നമ്മുടെ എമിക്കുട്ടിന്റെ ഒരു ചിന്ന ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഇന്ന് കേട്ടോ. കേക്കിന്റെ മുന്നിലെത്തിയപ്പോ അവളെ കൺട്രോളൊക്കെ ആകെ പോയിട്ടൊന്നും പറയണ്ട. ഏതായാലും പുലർച്ചെ കുറച്ച് നേരത്തെ എണീറ്റ് ഫുഡിന്റെ ഡ്യൂട്ടി ഒക്കെ നിൽക്കായിരുന്നു കേട്ടോ. എല്ലതും ഇല്ല, കുറച്ച് സംഭവങ്ങൾ മാത്രം. നമ്മുടെ ഗസ്റ്റിനുള്ള ഡ്രിങ്ക്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. വേറെ ആരെല്ലാം കേട്ടോ, നമ്മുടെ ജുമിന്റെ ഫാമിലി തന്നെയാണ്. കുട്ടികളെടുത്ത് എല്ലാവരുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല, അടിപൊളി. ഏതായാലും അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാനായിട്ട് പോവാണ്. ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കൽ. ബിരിയാണി എന്ന് പറയുകയാണെങ്കിൽ മട്ടൺ ബിരിയാണി കേട്ടോ. പിന്നെ അതിന്റെ സൈഡായിട്ട് ചിക്കൻ പൊരിച്ചത്, ബീഫ് ചില്ലി. ഇതൊന്നല്ല മക്കളെ, ഇതിക്കപ്പുറം ഒരു സാധനം വരാനുണ്ട്. നമ്മുടെ കേരളത്തിലല്ല, ലോകത്ത് ഹിറ്റായ നമ്മുടെ ആഷിന്റെ മധുഹൂത്താണ്. മധുഹൂത്തിന്റെ വീഡിയോ എന്ന് ഇടുന്നു അന്ന് ആ കമന്റ് ബോക്സ് നോക്കേ വേണ്ട. നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് ഇതിനെ കുറിച്ച് അറിയാനിട്ടാണ്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വർണ്ണിക്കാൻ വാക്കുകളില്ല. ഒരു ഒന്നൊന്നര നീല കൊടുവേലി എന്ന് പറയും. ഒരുവിധം മധുഹൂത്ത് പലയിടത്ത് പോയി കഴിച്ച ആളാണ് ഞാൻ. പക്ഷെ ആഷിന്റെ മധുഹൂത്തിന്റെ തട്ട് താൻ തന്നെ ഇരിക്കും. ഒരു രക്ഷയില്ലാത്ത കിണ്ണം കച്ച് കെറുമാണിറ്റും തന്നെ. ഫുഡ് കഴിച്ചു. ഇനി അടുത്ത പരിപാടിയാണ് കേക്ക് മുറിക്കൽ. കേക്കിന്റെ സെലക്ഷൻ നമ്മുടെ ജുമിയാണ് കേട്ടോ. കാണാൻ നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു കിണ്ണം കച്ച് മൊത്തം. കേക്ക് മുറിക്കാൻ സമയത്ത് നമ്മുടെ എമി കുറച്ച് കുറുമ്പത്തിയായിരുന്നു. തലയിൽ ഒരു തൊപ്പി കെട്ടെടുത്തോ, എങ്ങനെയെങ്കിലും അത് നിന്നോട്ടെ എന്ന് കരുതി. പക്ഷെ അത് അവൾ ഊരി മാറ്റിയാണ്. എന്ത് വന്നാലും വേണ്ടിയില്ല, അത് വെച്ചിട്ട് കേക്ക് മുറിക്കൂ എന്നുള്ള എന്റെ വാശി. ഏതായാലും ഒരുവിധം ശ്രദ്ധയൊക്കെ മാറ്റി ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തുട്ടോ. ലാസ്റ്റ് ആയിട്ട് കുട്ടികളുടെ വകയായിട്ട് എമിക്ക് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കിട്ടി. ഡ്രസ്സും ചോക്ലേറ്റും ടോയ്സും. മോനെ ഒന്നും പറയേണ്ട, അടിപൊളി സംഭവം. സെലിബ്രേഷൻ കഴിഞ്ഞ് പിന്നെ നമ്മുടെ എമ്മിന്റെ താറെടുത്തിട്ട് ആള് ഒരേ ഒരു ചെത്ത് പൊളിയായിരുന്നു കേട്ടോ.